കറ്റാർവാഴയുടെ ജെല്ല് എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചട്ടിയിലായിട്ടും അല്ലാതെയും നമ്മൾ വളർത്തുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ. ഇതിൻ്റെ ജെല്ല് നിർമ്മിക്കുന്നതിനായി നമ്മൾ ഇതുപോലെ അതിൽ നിന്നൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അത് നേരെ കുത്തനെ ആയി നമ്മൾ അല്പസമയം വെക്കേണ്ടതുണ്ട്. കാരണം അതിൽ നിന്ന് ഇതുപോലെ ഒരു യെല്ലോ കളർ ജെല്ല് അതിൽ കാണാം. ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ പുരട്ടിയാൽ നമുക്ക് പലർക്കും അലർജി, ചൊറിച്ചിൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാകുന്നതിന് വേണ്ടി നേരെ കുത്തനെ ആയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായി ഒന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സമീപത്ത് രണ്ട് വശങ്ങളായിട്ട് കാണുന്ന ഇതുപോലുള്ള ഈ മുള്ള് ഉള്ള ഭാഗം, ഈ മുള്ള് രൂപത്തിൽ കാണുന്ന ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ടോ നൈഫ് കൊണ്ടോ നമ്മളതിന് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെ രണ്ട് ഭാഗവും നമ്മളങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ രണ്ട് ഭാഗത്തെയും അതിൻ്റെ തോൺസ് നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ജെല്ലാണ്. അതിന് ഞാൻ രണ്ട് പീസായി അത് കട്ട് ചെയ്ത് മാറ്റി അത് ഉപയോഗിക്കാൻ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇനി അതിൻ്റെ മുകളിൽ ഉള്ള വശത്തെ തൊലി അത് പീൽ ഔട്ട് ചെയ്യണം. അത് കളയുന്നതിന് വേണ്ടി നൈഫ് ഉപയോഗിച്ച് തന്നെ നമുക്കത് കളയാം. വളരെ ശ്രദ്ധിച്ച് കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പീൽ ഔട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കതിൽ അതിൻ്റെ ജെല്ല് ഇത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന കറ്റാർവാഴയ്ക്കനുസരിച്ച് നിൽക്കും. നല്ല ഫ്ലഷി ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ജെല്ല് ഒരു പീസിൽ നിന്ന് തന്നെ ലഭിക്കും. വളരെ മെലിഞ്ഞതാണെങ്കിൽ നമുക്ക് അത്രത്തോളം ജെല്ല് ലഭിക്കുകയില്ല. അങ്ങനെ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്കതിലുള്ള ജെല്ല് നമുക്ക് എടുക്കാവുന്നതാണ്. ഏകദേശം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ അടുത്തത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. നിങ്ങളുടെ സൗകര്യത്തിന് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഒരു ബൗള് എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നൈഫിൻ്റെ ഒരു ഭാഗം ഉപയോഗിച്ചോ നമ്മളതിലുള്ള ജെല്ലിനെ ആ ബൗളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അല്പം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ അതിലുള്ള ജെല്ലുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കറ്റാർവാഴയുടെ തണ്ടിൻ്റെ ഫ്ലഷ് എത്രത്തോളം ഫ്ലഷിയാണോ അതിനനുസരിച്ച് നിൽക്കും അതിലുള്ള ജെല്ലിൻ്റെ അളവ്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ജെല്ല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ രണ്ട് പീസിൽ നിന്നും അതിലുള്ള ജെല്ലുകൾ നമ്മൾ മാറ്റുകയാണ്. ഇനി ഈ ജെല്ല് ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതൊന്നുകൂടി നന്നായി വാട്ടർ ഉപയോഗിച്ച് അതൊന്ന് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് വളരെ ധൈര്യമായിട്ട് നമുക്ക് ഫേസിലും കാര്യത്തിലൊക്കെ ഉപയോഗിക്കാം. കാര്യമായിട്ട് ചർമ്മത്തിൻ്റെ ചുളിവുകൾ മാറ്റുന്നതിനാണ് കറ്റാർവാഴ എല്ലാവരും ഈ അലോയ് ജെല്ല് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്കത് നന്നായി ഒന്ന് വാഷ് ചെയ്ത് അതിൽ ആവശ്യമില്ലാത്ത നീരുകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ആ ചെറിയ ഒരു തണ്ടിൽ നിന്ന് ലഭിച്ച ഫ്ലഷ് കറ്റാർവാഴയാണ്. അത് നമ്മൾ നേരത്തെ ഒരു ബൗളിലേക്ക് അല്പം മാറ്റി വെച്ചിരുന്നു. അതിലേക്ക് ഇതും കൂടി മാറ്റി വെക്കുകയാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിലും കാര്യത്തിലൊക്കെ സൂക്ഷിച്ച് വെക്കാം. അടുത്ത ദിവസം ഉപയോഗിക്കുന്നതിന് ഫ്രിഡ്ജിലേക്കൊക്കെ മാറ്റി വെക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് മിക്സിയിൽ വെച്ച് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ പുരട്ടേണ്ടത്. നമുക്ക് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് പുരട്ടേണ്ടത് അവിടെ നമുക്ക് ഉപയോഗിക്കാം.
ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം.